അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഈ ചാനൽ വീക്ഷിക്കുന്ന സഹോദര സഹോദരിമാർക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്ന വിഷയം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അറിയാതെ വന്നു പോകുന്ന ഭർത്താവിന് ദേഷ്യം പിടിപ്പിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് അബദ്ധത്താൽ വന്നു പോകുന്നതാണ് ഈ 3 കാര്യങ്ങൾ. അവരുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭർത്താവിനോട് പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് ബഹുമാനത്തോടെ, നല്ല സ്നേഹത്തോടെ സംസാരിക്കുക. എൻ്റെ ഭർത്താവാണല്ലോ, എന്തും പറയാം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതം താറുമാറാകും. കുടുംബജീവിതത്തിൽ ഐക്യം ഉണ്ടാവില്ല. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. 3 കാര്യം: 1 സോറി ടോക്കാണ്, 2 ഡിമാൻഡിങ് ടൈപ്പ്, 3 കമാൻഡിങ് ടൈപ്പ്. ഇതിൽ സോറി ടോക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വൈഫായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. വേറെ ആരുടെയെങ്കിലും ഭാര്യയായിരുന്നെങ്കിൽ ഞാൻ അങ്ങനാവുമായിരുന്നു, ഇങ്ങനാവുമായിരുന്നു, ഞാനൊന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഭാര്യമാർ പറയും. ഈ ഒരു ഭാര്യമാരുടെ പെരുമാറ്റം ഭർത്താക്കന്മാരെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കാൻ കാരണമാകും. ഈ സ്വഭാവം, ഈ ഒരു പെരുമാറ്റം ഭാര്യമാരിലുണ്ടെങ്കിൽ അത് മാറ്റപ്പെടേണ്ടതാണ്. 2 ഡിമാൻഡിങ് ടൈപ്പ്. ഡിമാൻഡിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല ഭർത്താവാണെങ്കിൽ ഇങ്ങനെ ചെയ്യും, നിങ്ങൾക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകും. ഇങ്ങനെ പറഞ്ഞാൽ ഭർത്താവിന് ദേഷ്യം വരാനും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാനും കാരണമാകും. 3 കമാൻഡിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഭർത്താവിനോട് ആജ്ഞാപിക്കുക, നിങ്ങൾ അത് ചെയ്യുക, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുക. ഇതുപോലെ ഭാര്യമാർ ഭർത്താവിനോട് കൽപ്പിക്കുന്നതിനാണ് കമാൻഡിങ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയില്ല. കുടുംബജീവിതം താറുമാറാകാൻ കാരണമാകും. അതുകൊണ്ട് ഭർത്താവിനോട് പെരുമാറുമ്പോൾ നല്ല നിലയിൽ പെരുമാറുക. കാര്യങ്ങൾ ഭാര്യമാർ പ്രത്യേകം സൂക്ഷിച്ച് നല്ല മര്യാദയോടെ ഭർത്താവിനോട് ബഹുമാനത്തോടെ പെരുമാറുക. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ബറക്കത്തും റാഹത്തും സന്തോഷവും ഐക്യവും നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹപ്രായമെത്തിയ എല്ലാ സഹോദര സഹോദരിമാർക്കും കുഫുവത്ത് ഒത്ത ഇണകൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.